നമുക്കറിയാം ടൈൽസ് ബേസിക്കലി ബ്രൗൺ ബേസ് അല്ലെങ്കിൽ ഗ്രേ ബേസ് ഇത് രണ്ടിലും പെടുന്നതാണ് 90% ടൈൽസും നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇനി അത് കൂടാതെ വൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. വൈറ്റ് ടൈൽസിനകത്ത് പ്ലെയിൻ വൈറ്റ് വരും, ഇതുപോലത്തെ സ്റ്റാച്യുവാരിയോ ഡിസൈൻസ് വരും. അപ്പോൾ മോസ്റ്റ്ലി വൈറ്റ് ടൈൽസ് ഡിവൈഡ് ആവുന്ന പ്ലെയിൻ വൈറ്റ് ടൈൽസിനകത്തും സ്റ്റാച്യുവാരിയോക്കകത്തും. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കുന്നത് വൈറ്റ് ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ എന്തുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. എൻ്റെ പേര് അമിത് ജോർജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ടൈൽസ് സെലക്ട് ചെയ്യുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്. ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് 24 hours ബാക്ക്, അതായത് ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അവർ വന്ന് അവരുടെ റിക്വയർമെന്റ് പറഞ്ഞു, വൈറ്റ് ടൈൽ വേണം, നല്ല ബ്രൈറ്റ് വൈറ്റ് ആയിരിക്കണം, കജാരിയ തന്നെ വേണം എന്ന് പറഞ്ഞ് അവർ ടൈൽ മേടിച്ചു. അപ്പം എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അർബസ് കാറ്റോ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൈൽ, പക്ഷേ സ്വല്പം എക്സ്പെൻസീവാണ്. അങ്ങനെ ഈ കസ്റ്റമർ നോക്കി കുറച്ചുകൂടി ഇവിടെ കഴിഞ്ഞപ്പോൾ സ്വിസ് വൈറ്റ് എന്ന് പറയുന്ന കജാരിയ എറ്റേണിറ്റിയുടെ ഒരു വളരെയധികം സെയിലുള്ള വളരെയധികം സെലക്ഷൻ വരുന്ന നല്ല ഒരു ടൈലിലേക്ക് അവർ സെലക്ഷൻ വന്നു. അവരിത് എടുത്തു, നമ്മൾ ഏറ്റവും നല്ല റേറ്റ് അവർക്ക് കൊടുത്തു. അവർ വളരെ സന്തോഷത്തോടെ ഇത് മേടിച്ചുകൊണ്ട് പോയി. പോയിന്റ് പുറകിന് തന്നെ വണ്ടിയിൽ ലോഡ് ചെയ്ത് ഈ സാധനം സൈറ്റിലും എത്തി. അവരും മെറ്റീരിയലും ഒരുമിച്ച് സൈറ്റിലെത്തി. പക്ഷേ അവിടെ ചെന്നപ്പം ഡ്രൈവറിന്റെ കോൾ എനിക്ക് വരുന്നു, അത് സാധനം കയറ്റിയത് മാറിപ്പോയെന്ന് കസ്റ്റമർ പറയുന്നു. അപ്പോൾ ഇത് തിരിച്ചെടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ നോർമൽ പ്രൊസീജിയറൽ ചെക്സ് എല്ലാം ചെയ്തപ്പോൾ സെലക്ട് ചെയ്ത് തന്നെയാണ് അവിടെ പോയേക്കുന്നത്. സോ നെക്സ്റ്റ് പ്രൊസീജിയർ പ്രകാരം ഞാൻ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ചോദിച്ചു. ഫോട്ടോഗ്രാഫ്സ് നോക്കിയപ്പോഴും കറക്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പം കസ്റ്റമർ പറയുന്നത് ഇവിടെ കണ്ടത് വൈറ്റ് ആയിരുന്നു, അവിടെ ചെന്നത് ഗ്രേ ആണ്. ഈ ഒരു പ്രോബ്ലം വൈറ്റ് ടൈൽസിൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. കാരണം വൈറ്റ് ആസ് എ കളർ ഒരു റിലേറ്റീവ് കളറാണ്. എന്ന് വെച്ചാൽ ഈ വൈറ്റ് ഞാൻ ഏത് കളറിന്റെ ഒപ്പം നിർത്തിക്കൊണ്ടാണോ കാണുന്നത് അതിനനുസരിച്ച് ഈ വൈറ്റിന്റെ വൈറ്റ്നെസ് നമ്മുടെ പെർസെപ്ഷനിൽ മാറും. സോ ഈ ടൈലിന്റെ ഈ സൈഡ് ബ്ലൂ കളറാണ്, ഇതിന്റെ അപ്പുറത്തെ സൈഡ് ഒരു മർഫിൽ കളറാണ്. മർഫിലിന്റെ കൂടെ ഈ വൈറ്റിനെ കാണുന്നതും ബ്ലൂവിന്റെ കൂടെ ഈ വൈറ്റിനെ കാണുന്നതും എനിക്ക് ഇവിടുന്ന് തന്നെ രണ്ട് വൈറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഒബ്വിയസ്ലി ബ്ലൂവിന്റെ കൂടെ കാണുന്ന വൈറ്റിന് വൈറ്റ്നസ് കൂടുതലായിരിക്കും. ഇതേപോലെ ലൈറ്റ് മാറുന്നതനുസരിച്ച് സൺലൈറ്റിന് വൈറ്റിന് ഒരു വൈറ്റ്നസ് ആയിരിക്കും, കൂൾ ലൈറ്റിൽ വൈറ്റിന് ഒരു വൈറ്റ്നസ് ആയിരിക്കും. ഇനി ന്യൂട്രൽ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കളർ മാറും, വോം ആണെങ്കിൽ വൈറ്റ് കളർ മാറും. സോ വൈറ്റ് ടൈൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതായത് വൈറ്റിന്റെ കൂടെ എന്തുവാണ്, അത് ഭിത്തിയിലെ പെയിന്റ് ആവാം, ഫർണിച്ചർ ആവാം, കർട്ടൻസ് ആവാം, ബെഡ്ഷീറ്റ് ആവാം, എന്താണെങ്കിലും അതെല്ലാം വൈറ്റിന്റെ വൈറ്റ്നസ് അല്ലെങ്കിൽ ആ വൈറ്റ് കളറിന്റെ പെർസെപ്ഷനെ കാര്യമായിട്ട് ബാധിക്കും. ഇനി വൈറ്റിനെ കുറിച്ച് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരിക്കലും വീട്ടിൽ രണ്ട് ടൈപ്പ് വൈറ്റ്സ് ഉപയോഗിക്കരുത്. ഇതൊരു ഗോൾഡൻ റൂൾ ആണ് വൈറ്റ് ടൈൽ യൂസ് ചെയ്യുന്നതിന്റെ. ഇത് ഇന്നലെ സൈറ്റിൽ സംഭവിച്ചതും ഇതാണ്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. പക്ഷേ ഈ കസ്റ്റമർ കുറഞ്ഞ വിലയുടെ ഗുജറാത്ത് ടൈല് ഒരു മുറിയിലും കുറച്ച് ആറേക്കയുടെ ഒരു പ്രീമിയം 160/80 വേറൊരു മുറിയിലും അതേപോലെ പല ടൈപ്പ് വൈറ്റ്സ് പല മുറികളിലും ഇട്ടിട്ട് അവസാനം ഹാളിൽ മെയിൻ എൻട്രൻസിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ കജാരിയുടെ ഒരു സൂപ്പർ വൈറ്റ് പിഗ്മെന്റ് നോക്കി വന്നത്. അപ്പം ഇത് ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ ഓൾറെഡി ടൈല് മേടിച്ച് വിരിച്ചും കഴിഞ്ഞ ഒരു വീട്ടിലേക്കാണ് ഈ ടൈല് പോകുന്നതെന്ന്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്ക്, ചെറിയൊരു ക്വാണ്ടിറ്റി ഇത് പർച്ചേസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത് ചോദിക്കേണ്ടതായിരുന്നു. ആക്ച്വലി ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി എന്തിനാണ് ഇത് മേടിക്കുന്നത്? അങ്ങനെ ഒരു സംസാരം അവിടെ വന്നിരുന്നെങ്കിൽ അവർ ഡെഫിനറ്റ്ലി പറഞ്ഞേനെ, ഞങ്ങൾ ഓൾറെഡി വീട്ടിനകത്തെല്ലാം വൈറ്റ് വിരിച്ചു, ഇനി ഞങ്ങൾ മെയിൻ എൻട്രൻസിലേക്കാണ് കജാരിയ നോക്കി വരുന്നത്. അപ്പം ആ ഒരു ഫാക്ട് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സെയിലേ ഞാൻ ചെയ്യത്തില്ലായിരുന്നു, ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യത്തില്ലായിരുന്നു. കാരണം ആസ് എ ഫാക്ട് ഒരിക്കലും രണ്ട് ടൈപ്പ് ഓഫ് വൈറ്റ്സ് ഒരുമിച്ച് ചേരരുത്. കാരണം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 വൈറ്റും നമ്പർ 2 വൈറ്റും ഈ രണ്ട് ടൈല് നിങ്ങളുടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം അബ്സല്യൂട്ട്ലി ക്രാപ്പ് ആയി പോകും. ആയിരക്കണക്കിന് വൈറ്റ് ഷെയ്ഡ്സ് പ്രൊഡക്ഷനിലുണ്ട് ഇന്ന് എല്ലാ കമ്പനീസിലും. അതിൽ നിങ്ങൾ ഏറ്റവും നല്ല രണ്ടെണ്ണം എടുത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം തിളങ്ങി നിൽക്കും, ഒരെണ്ണം വെറും മങ്ങിപ്പോകും. അപ്പം അത് ആ ടൈല് മോശമായതുകൊണ്ടല്ല അത് മങ്ങിപ്പോകുന്നത്, അത് ആ വൈറ്റ് ടൈലിന്റെ ഒരു പെർട്ടിക്കുലർ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഒരു വൈറ്റ് വേറൊരു വൈറ്റിന്റെ അടുത്തിരുന്ന ഏതെങ്കിലും ഒരു വൈറ്റ് തിളങ്ങും, ഒരു വൈറ്റ് മങ്ങിപ്പോകും. ഇവിടെയും ഈ സൈറ്റിലും സംഭവിച്ച അതാണ്. അവര് കജാരിയുടെ വൈറ്റ് ഹാളിലിടാം, ബാക്കിയുള്ളിടത്തെല്ലാം കുറഞ്ഞ ടൈൽസ് ഇട്ടു. അപ്പൊ ഇനി കജാരിയ മെയിൻ എൻട്രൻസിൽ ഇട്ടാൽ വീട് മൊത്തം വൈറ്റ് ആവും എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷേ അവർ നോക്കിയപ്പം വെറും 35-38 രൂപയ്ക്ക് മേടിച്ച ഒരു ലോക്കൽ കമ്പനിയുടെ അൺബ്രാൻഡഡ് ടൈലിന്റെ 4:2 മങ്ങിയിരുന്ന് കജാരിയുടെ സാധനം. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് അടുത്ത ചോദ്യം വരും, ഇപ്പൊ കജാരിയുടെ ഇത്രയും വില കൂടിയ ടൈൽ എടുത്ത് അതിനെക്കാട്ടിലും വൈറ്റ്നസ് എങ്ങനെയാണ് പകുതി വിലയ്ക്കുള്ള ഗുജറാത്ത് ടൈൽസിന് വരുന്നത്? സോ അതിനും ഡെഫിനറ്റ്ലി ഒരു ആൻസർ ഉണ്ട്. സൂപ്പർ വൈറ്റ് പിഗ്മെന്റ്സ് എക്സ്പെൻസീവ് ആണ്, അല്ലാന്നല്ല. പക്ഷേ സൂപ്പർ വൈറ്റ് പിഗ്മെന്റ്സിനകത്ത് തന്നെ എല്ലാ മാർക്കറ്റിലും ഉള്ള പോലെ പല ഇൻഗ്രീഡിയൻസും കാണും, പല ടൈപ്പ് ഓഫ് സപ്ലയേഴ്സ് കാണും. അപ്പം കുറഞ്ഞ കമ്പനീസ് പിഗ്മെന്റ് അവർ ഡെഫിനറ്റ്ലി അവർ സോഴ്സ് ചെയ്യും. പക്ഷേ മേളിലിരുന്ന ഗ്ലേസ്, അതായത് നമ്മൾ എന്തിന്റെ പുറത്താണോ നമ്മൾ ചവിട്ടുന്നത് അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഗ്ലേസ് ഒരിക്കലും അൺബ്രാൻഡഡ് കമ്പനീസ് നല്ലത് ഉപയോഗിക്കത്തില്ല. അല്ലെങ്കിൽ
അൺബ്രാൻഡഡ് കമ്പനീസ് നന്നായിട്ട് ഉപയോഗിച്ച് അവർ അതിനനുസരിച്ച് അതിനെ ചാർജും ചെയ്യും. സോ അവിടാണ് ഈ ഡിഫറൻസ് വരുന്നത്. പക്ഷേ ഈ കാര്യം ആ കസ്റ്റമർ സമ്മതിക്കുന്നുണ്ടായിരുന്നു, അവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ റൂംസിലേക്ക് ആ വൈറ്റ് എടുത്തത്. പക്ഷേ ഇവിടെ ആണ് വൈറ്റ് എടുക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കസ്റ്റമർ അറിയാതെ പോയതും അറിയാതെ ഈ പല പർച്ചേസ് ചെയ്തതും. കാരണം ഈ വീട് ഇപ്പൊ ഇത് കജാരിയ മെറ്റീരിയൽ റിട്ടേൺ ചെയ്തു, ഞാൻ അപ്പം തന്നെ മെറ്റീരിയൽ റിട്ടേൺ എടുത്തു, മേടിച്ച മുഴുവൻ പൈസ ഞാൻ തിരിച്ചു കൊടുത്തു. കാരണം ഇത് കേസിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്, ഞങ്ങൾ ഹെൽപ്ലെസ് ആണ്. കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി പല കടകളിൽ നിന്നും പല വൈറ്റ് ടൈൽസും അവിടെ വീട്ടിൽ വിരിച്ചു കഴിഞ്ഞു. അതിന്റെ കൂടെ മാച്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടുന്നല്ല ഒരിടത്തുനിന്നും ടൈൽ പറ്റത്തില്ല. ഈ കസ്റ്റമർ ഇനി എവിടെ പോയി ടൈൽ എടുത്താലും അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷനെ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ അതിലേക്ക് പോകണ്ട, നമ്മൾ ഫ്യൂച്ചർ നോക്കുക. നിങ്ങൾ വീട്ടിലേക്ക് വൈറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡൻ റൂൾ ഓഫ് പ്ലാനിങ് എ വൈറ്റ് ഈസ് ഒരു വീട്ടിൽ ഒറ്റ വൈറ്റ് ടൈലേ ഇടാവും. അത് കുറഞ്ഞതായാലും കൂടിയതായാലും ഒരു ടൈല് മാത്രം ഇട്ടാൽ അത് വൈറ്റ് തന്നെ ആയിരിക്കും. സോ വളരെ ചെറിയൊരു മെസ്സേജ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. കണ്ടിരുന്നതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ ഇനി ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ബൈ.